തലസ്ഥാന നഗരിയിലെ തൊട്ടടുത്ത്, അതായത് ഏതാണ്ട് 7-8 കിലോമീറ്ററിനുള്ളിലുള്ള പുഞ്ചക്കരി എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇതുവരെ ഈ സ്ഥലം കണ്ടില്ലേ എന്ന് അതിശയപ്പെടുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 1000-ലേറെ ഏക്കർ സ്ഥലമുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രത്തിന് പറ്റിയതാണ്. തീർച്ചയായിട്ടും ഫോറിനേഴ്സ് അല്ലെ വിദേശികൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ അവർ അത് ആവാഹിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിരവധി തൊഴിലവസരം സൃഷ്ടിക്കാനും ഈ പ്രദേശത്തുള്ളവർക്ക് തന്നെ എന്തെങ്കിലും ചെറുകിട ബിസിനസ് ചെയ്യാനും ഉപകരിക്കുന്ന ഈ സ്ഥലം ഇത് സർക്കാർ മുൻകൈയെടുത്ത് തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് നവീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും തലമുറയ്ക്ക് ഈ പ്രദേശം ഒന്ന് നേരെയാവാൻ തീർച്ചയായിട്ടും ഉപകരിക്കും. അടിയന്തരമായിട്ട് ടൂറിസം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുകയാണ്, തീർച്ചയായിട്ടും അടിയന്തര നടപടി സ്വീകരിച്ചുകൊണ്ട് ഏതാണ്ട് 100-ലേറെ കോടി രൂപ ഇവിടെ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ലെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. എന്തു തന്നെ ആയിരുന്നാലും ഇനിയെങ്കിലും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഈ ആൾക്കാർക്ക് ജോലിയില്ലാതെ അലയുന്ന നിരവധി പേർക്കുണ്ട്. അവരെ മുന്നിൽ കണ്ടുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും. ഈ പ്രദേശത്തുള്ളവർക്കും ഇവിടെ ഈ വരാൻ ആഗ്രഹിക്കുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മറ്റുള്ളവരെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുപോലെ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും ഇങ്ങോട്ട് വരാൻ ആൾക്കാരിടയുണ്ടാകും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.